Good morning. Good morning. Okay. നമ്മൾ ഇന്നലെ കുറച്ച് ഫോർമുലാസ് ഒക്കെ ആയിരുന്നു നോക്കിയത് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ ഇന്നലെ നിങ്ങള്? വായിച്ചു നോക്കിയോ? യെസ്. അതെ. അപ്പൊ നമ്മള് എന്താണ് ഈ ഫോർമുലാസ് നമ്മള് ലാബ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്കുടെ ഒരു ഇൻഡിക്കേറ്റർ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് ഇതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഓരോ ഫോർമുലാസും നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇതില് ആ ഫോർമുലാസിൽ നമ്മൾ അതിന്റെ പെർസെന്റേജ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലാബ് അതിന് ഓക്കെ ആണ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലുകൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അക്രഡിറ്റേഷൻ നൽകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലാസ് ആണ് ഇത് കേട്ടോ. അപ്പൊ ലാബൊക്കെ അവർക്കുടെ ഹോസ്പിറ്റലിന്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് കുറച്ച് ഫോർമുലാസ്. ഈ ഒരു ഫോർമുലാസിൽ അതിന്റെ പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിനുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ നമ്മൾ നോട്ട് ചെയ്തായിരുന്നു അല്ലെ, ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. എന്താണ്, പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുക്കുന്ന ഒരു സമയം. ഇങ്ങനെ ഫോർമുല എങ്ങനെയാണ്, സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. മൊത്തം അവിടെ അഡ്മിഷന്റെ ആകെ എണ്ണം. ഓക്കെ, ഫസ്റ്റ് ഫോർമുല നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ടിക്കിട്ട് വെക്കുക. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ഫോർത്ത് ആണ്. ഏതാണ്, മെഡിക്കേഷൻ ഇറർ റേറ്റ്. ഫോർമുല എങ്ങനെയായിരുന്നു, മെഡിക്കേഷൻ ഇറർ റേറ്റ് ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, മരുന്നുകളുടെ ആകെ ഇററുള്ള മരുന്നുകളുടെ ആകെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ്. മരുന്നിന്റെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള, അങ്ങനെ ഇററുകൾ വരാനായിട്ട് സാധ്യതയുള്ള മരുന്നുകളുടെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നാലാമത്തെ ടിക്കറ്റ് വെക്കാം. അടുത്തത് പിന്നെ പറഞ്ഞത് ഏഴാമത്തെ അല്ല, നമ്മൾ ടിക്കറ്റ് വെച്ചത് 147. ഏഴാമത്തെ ഏതായിരുന്നു, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഒറ്റി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാതെ മടങ്ങി വരുന്ന ആ പേഷ്യൻസിന്റെ ഒക്കെ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഒറ്റി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ ഒക്കെ തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ്. നമ്മൾ പറഞ്ഞല്ലോ, സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിപ്രിഡിമെന്റ്, സ്യൂട്ടറിങ്, സെക്കൻഡറി സ്യൂട്ടറിങ്, എംബോലക്ടോമി, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ വീണ്ടും അത് എന്താ പറയാ, പ്രീ പ്ലാൻഡ് അല്ല. അപ്പൊ സർജറി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ ആ പെർസെന്റേജ് ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താ, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഒറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ ടോട്ടൽ പേഷ്യൻസ്, നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറി, ആ സർജറിക്ക് വിധേയരായ മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്തത് 10th വൺ, അതൊന്ന് ടിക്ക് കിട്ടും കേട്ടോ. 10th വൺ, 10ാമത്തെ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. മോർട്ടാലിറ്റി റേഷ്യോ, മരണനിരക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫോർമുല ആക്ച്വൽ ഡെത്ത് ഇൻ ICU. ICUല് യഥാർത്ഥത്തിൽ ഇല്ല, 1, 4, 7, ഓക്കെ 9 ഉണ്ട് അല്ലെ? ഇന്നലെ ഓക്കെ ശരിയാണ്. 9 കൂടി നോക്കിയോ കേട്ടോ, ടിക്കറ്റ് വെച്ചോ, 9ഉം 10ഉം. അപ്പൊ നമ്മൾ ആക്ച്വൽ ഡെത്ത് ഇൻ ICUല്
നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിച്ച മരണം അതിനെ എന്ത് ചെയ്യുക, പ്രിഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU പ്രിഡിക്റ്റ് ചെയ്ത ആ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. പിന്നെ 9th വണ്ണും പറഞ്ഞായിരുന്നു ഇന്നലെ, ശരിയാണ്. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ്, നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അത്രയാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നോക്കി ടിക്കിട്ട് വെക്കാൻ പറഞ്ഞത്. അത്രയും നിങ്ങൾ പഠിക്കുക കേട്ടോ. 1, 4, 7, 9, 10. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. ഇനി അടുത്തത് 11ാമത്തെ ഫോർമുലയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. Return to emergency department within 72 hours with the similar presenting complaints. Okay, okay. Return to the emergency department within 72 hours with similar presenting complaints. അപ്പൊ അതായത് സിമിലർ കംപ്ലൈൻസുമായിട്ട് 74 മണിക്കൂറിനുള്ളിൽ വിത്തിൻ 72 hours ആണ്. സിമിലർ കംപ്ലൈൻസുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങുന്ന പേഷ്യൻസിന്റെ ആ പെർസെന്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. റിട്ടേൺ to the emergency department within 72 hours with the similar presenting complaints. എങ്ങനെയാ അതിന്റെ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാ? നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി within 72 hours with the similar presenting complaints. നോക്കിയേ, ന്യൂമറേറ്ററിൽ സെയിം തന്നെയാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് മിക്ക എല്ലാത്തിലും തന്നെ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് എഴുതേണ്ടത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നില്ല. സെയിം. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫൈൻഡ് ഔട്ട് ദ ഫോർമുല റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്ത് 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ന്യൂമറേറ്റർ. നോക്കിയേ, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സമാന പരാതികളുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസിയിലേക്ക് മടങ്ങി വരുന്നവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഹാവ് കം ടു ദ എമർജൻസി. ആ എമർജൻസിയിൽ മൊത്തം വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ എമർജൻസിയിൽ ആ സമയത്ത് മൊത്തം വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഹാവ് കം ടു ദ എമർജൻസി ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ. ഇനി 12ാമത്തെ നോക്കിയേ, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, ബെഡ് സ്കോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. ഓക്കെ. അഡ്മിഷന് ശേഷം നമുക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രഷർ അൾസറുകളുടെ സംഭവം. അതിനകത്ത് ഞാനിവിടെ ഒരു ഷോർട്ട് പറയാം. ഈ പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ അതിന് താഴെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ എന്തെങ്കിലും സിസറുകൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ പറഞ്ഞേക്ക് നോക്കി, പ്രഷർ അൾസർ എന്താന്നാ പറഞ്ഞേക്കുന്നത്? അതെ, എ പ്രഷർ അൾസർ ഈസ് ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു ദ സ്കിൻ and or underlying tissue, normally over a bony prominence, as a result of pressure or pressure in consolidation with the pressure and or friction. എന്തെങ്കിലും ഒരു ഫ്രിക്ഷനും കൊണ്ടോ അല്ലെങ്കിൽ സിസേഴ്സ് ഒക്കെ മൂലമുണ്ടാകുന്ന ഒരു പ്രഷർ, അതിന്റെയോ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിനും അല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ള അണ്ടർലൈൻ ടിഷ്യൂ, സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂവിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു പരിക്കാണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. പ്രഷർ അൾസേഴ്സ് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഇപ്പൊ സിസ്റ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല പെട്ടെന്ന് ആദ്യം ഒരു നല്ലൊരു പ്രഷറിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ടിഷ്യൂസിനൊക്കെ എന്ത് പറ്റാം, ഒരു ഡാമേജ് വരാം.
അപ്പൊ അങ്ങനെ വരുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പരിക്കാണ്. അപ്പൊ അത് നമ്മളിപ്പോ സർജറിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളത് സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പൊ അവരുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ നിന്നൊന്നും നമുക്ക് ഇതൊന്നും വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഇത് ചെയ്ത് അവർക്കുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഇത് മുറിവ് വീണ്ടും പറ്റുമോ, എന്തെങ്കിലും പരിക്കൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ഇതാ കാണിക്കുന്നത്. അവരുടെ ശ്രദ്ധയില്ലായ്മയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കംപ്ലൈന്റ്സുകളുടെ പെർസെന്റേജ് നോക്കും. അങ്ങനെ കംപ്ലൈന്റ്സുകൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ ഒരു അക്രഡിറ്റേഷന് അത് പറ്റില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസർ ആഫ്റ്റർ അഡ്മിഷൻ. ഓക്കെ, എന്തെങ്കിലും സിസേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഹർഷണം മൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തിന്റെയോ അല്ലെങ്കിൽ പ്രഷറിന്റെയോ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിനും അണ്ടർലൈൻ ടിഷ്യൂസ്, സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂസിനും ഒക്കെ എന്താണ് ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റുന്നതിനെയാണ്. അതിന്റെ പെർസെന്റേജ് ഫോർമുല നോക്കിയേ, ഇങ്ങനെ കാണുന്ന ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ ഓർ റോങ് സിംഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് വഷളാകുന്ന അല്ലെങ്കിൽ വേർഡ്സണിങ് എന്താ ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്ന എന്നുള്ള മീനിങ് കേട്ടോ. ഓഫ് പ്രഷർ അൾസർ ഡിവൈഡഡ് ബൈ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ. ആ പേഷ്യന്റ് ഡേ അന്നത്തെ ആ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, 1000 ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ബെഡ് സ്കോർ പെർ 1000 പേഷ്യന്റ് ഡേ ആ തന്നേക്കുന്നത്. 1000 പേഷ്യന്റിനെയാണ് നോക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു 1000 ചെയ്യുക കേട്ടോ. ഷെയർ എന്ന് പറഞ്ഞ SH ഷിയർ എന്നുള്ളതിന്റെ മീനിങ് സിസർ എന്ന് തന്നെയാണ് കേട്ടോ. അതൊന്നും അവിടെ എഴുതി വെച്ചോ. ഷിയർ SHEAR, ഷിയർ എന്ന് പറഞ്ഞ സിസർ, കത്രിക. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹർഷണം മൂലം. ഓക്കെ, അപ്പൊ എങ്ങനെ ഫോർമുല ഒന്നുകൂടെ നോക്കി, നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ or worsening of pressure ulcers divided by total number of patient day into 1000 ചെയ്യുക. ഇനി അടുത്ത നോക്കിയേ 13ാമത്തെ, catheter associated urinary tract infection rate. catheter associated urinary tract infection rate. catheter associated urinary tract infection റേറ്റ്. അപ്പൊ നമ്മൾ കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന, യൂറിനറി ട്രാക്ട് എന്ന് പറഞ്ഞാൽ മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ആ ഇൻഫെക്ഷന്റെ റേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂറിനറി ട്രാക്ട് അല്ലെങ്കിൽ മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷന്റെ റേറ്റ് നോക്കി. ഇങ്ങനെയാണ് ഫോർമുല, നമ്പർ ഓഫ് യൂറിനറി catheter associated UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആട്ടോ. UTI കൊടുത്തേക്കണേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. urinary tract infection in a month divided by number of ventilator days in that month. അതിന് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് അതിന് മുന്നത്തെ ഉള്ളല്ലേ, നമ്പർ ഓഫ് യൂറിനറി catheter days in that month. മാറിപ്പോയതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ 13ാമത്തെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഫോർമുല എങ്ങനെ എഴുതിയേക്കുന്നത്, നമ്പർ ഓഫ് യൂറിനറി catheter associated UTIs in a month. അപ്പോ യൂറിനറി catheterമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അങ്ങനെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് യൂറിനറി catheter days. അപ്പൊ മൊത്തം അവിടെ യൂറിനറി catheter ഇട്ട പേഷ്യൻസിന്റെ എണ്ണം
ആ ഒരു മാസത്തില് ഇൻ എ മന്ത് എന്ന് പറഞ്ഞത് ഇൻ ദാറ്റ് മന്ത് ആ മാസത്തില് യൂറിനറി കാത്തീറ്റർ കൊടുത്ത മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, 14ാമത്തെ ടിക്കറ്റ് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, ഫോർമുല എങ്ങനെയാ കണ്ടെന്ന് നോക്കിയേ. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. അപ്പൊ ആ ഒരു മാസത്തില് നമ്മള് വെന്റിലേറ്റർ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂമോണിയ ഉണ്ടാകുന്ന ആ ആളുകളുടെ എണ്ണത്തെ, നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ ദാറ്റ് മന്ത്, ഒരു മാസത്തിലെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അപ്പൊ ആ ഒരു മാസം വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, വെന്റിലേറ്റർ ഡേ, അപ്പൊ ആ ഒരു മാസത്ത് വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു എന്ത് ചെയ്യുക 1000 ചെയ്യുക. ആ ഒരു ഫോർമുല ടിക്കറ്റ് വെച്ചോട്ടോ. നമ്പർ ഓഫ് ഇതിപ്പോ എല്ലാവരും തന്നെ നിങ്ങളിപ്പോ പഠിച്ച നമ്മള് എല്ലാം നോക്കുന്നൊക്കെ നമ്മുടെ ന്യൂമറേറ്റർ കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കി പഠിക്കാം കേട്ടോ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് കാണുന്നത് എങ്ങനെയാ, നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്ത ന്യൂമോണിയകളുടെ എണ്ണം, സംഭവിച്ച ആളുകളുടെ എണ്ണം, അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അപ്പൊ ആ മാസത്തിൽ വെന്റിലേറ്റർ ഉപയോഗിച്ച അതിന്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ചെയ്യുക. 14ാമത്തെ ടിക്കറ്റ് വെച്ചോ. നെക്സ്റ്റ് നോക്കിയേ 15. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈനുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷന്റെ റേറ്റ്. രക്തപ്രവാഹം, രക്തയോട്ടം, ബ്ലഡ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ, അതിന്റെ ഒരു ലൈന്, സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ റേറ്റ് കാണുന്ന ഫോർമുല എങ്ങനെയാന്ന് നോക്കിയേ. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേ ഇൻ ദാറ്റ് മന്ത്. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേ, ആ മാസത്തിലെ ആ സെൻട്രൽ ലൈൻ ഡേ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ചെയ്യുക. അതൊക്കെ ഒന്ന് നോക്കി പോയാൽ മതി. എന്തായാലും ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങള് മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ന്യൂമറേറ്ററി കൊടുക്കുന്നത് ആ ക്വസ്റ്റ്യന്റെ ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 16ാമത്തെ ടിക്കറ്റ് വെച്ചോ. 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റിലെ ഇൻഫെക്ഷന്റെ റേറ്റ്. അപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവോ, സർജറി ചെയ്ത ആ ഭാഗത്ത് നമ്മള് ഇപ്പോ ഏതാണ് നമ്മള് പഠിച്ചില്ലേ, നമ്മൾ ആ സർജിക്കൽ CSST-യിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റെറിലൈസ് ചെയ്യേണ്ട പ്രാധാന്യവും ഒക്കെ. അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സർജിക്കൽ സൈറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ CSST-യിൽ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അല്ലാത്ത സിസേഴ്സോ അതൊക്കെ ഉപയോഗിക്കുന്നത് മൂലം സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷന്റെ റേറ്റ്. ഇത് കാണുന്ന ഫോർമുല എങ്ങനെയാ, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ആ മാസത്തില് റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം divided by number of surgeries performed in that month into 100. ആ മാസത്തില് പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ മൊത്തം ആ മാസത്തില് എത്ര സർജറി ചെയ്തു, അപ്പൊ അതില് നമ്മൾ എന്താ നോക്കുന്നത്, എത്ര സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ മൊത്തം അവിടെ ആ ഒരു മാസത്തില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്ത ആ പേഷ്യൻസിന്റെ എണ്ണത്തെ
ടോട്ടൽ നമ്പർ ഓഫ് സർജറീസ്, അവിടെ മൊത്തം ആ ഹോസ്പിറ്റലിൽ ചെയ്ത ആ ഒരു മാസത്ത് ഹോസ്പിറ്റലിൽ ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 16. അപ്പൊ ആ ഒരു പേജില് 14ഉം 16ഉം നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. 14, 16 ക്ലിയർ ആവുന്നില്ലേ നിങ്ങക്ക് ഫോർമുലാസ് ഒക്കെ? യെസ്, ഇത് വേറെ എക്സ്ട്രാ ഒന്നും പറയാനില്ല കേട്ടോ, അതുകൊണ്ടാണ് ആ ഫോർമുല വായിച്ച് പോണത്. പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി പഠിക്കാനും എളുപ്പം ഉണ്ടാവും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ റേറ്റ് ആണ്. എങ്ങനെയാണ്? നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ആ ഒരു മാസത്തില് ആ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്ത ആ പേഷ്യൻസിന്റെ എണ്ണത്തെ ആ മാസത്തിൽ മൊത്തം നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി 17ാമത്തെ ഫോർമുല നോക്കിയേ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈന്റ് റേറ്റ്. ഓക്കെ, ഹാൻഡ് ഹൈജീൻ നമ്മള് ശുചിത്വം പാലിക്കുന്ന അതിന്റെ ഒരു കംപ്ലൈൻസ് റേറ്റ് കാണിക്കുന്ന ഫോർമുലയാണ്. ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. മൊത്തത്തില് അവിടെ പെർഫോം ചെയ്ത ഹാൻഡ് ഹൈജീൻ പ്രവൃത്തികളുടെ എണ്ണത്തെ then divided by total number of hand hygiene opportunity. അവിടെ hand hygiene opportunity അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ കൊണ്ട് അവസരങ്ങളുടെ ആ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അതൊന്ന് ടിക്കറ്റ് വെച്ചോ കേട്ടോ. 17ാമത്തെ ഹാൻഡ് ഹൈജീൻ ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. അവിടെ മൊത്തം പെർഫോം ചെയ്ത ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ 18ാമത്തെ. പെർസെന്റേജ് ഓഫ് cases who received appropriate prophylactic antibiotics within the specified time frame. Okay, percentage of cases who received appropriate prophylactic antibiotics. Prophylactics അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേക്കുന്നത് prophylactics എന്ന് പറഞ്ഞ prophylactic antibiotics are antibiotics that you taken to prevent infection. Infection prevent ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന antibiotics. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ഇൻഫെക്ഷനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ്, അതാണ് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സ് ദാറ്റ് ഈസ് ടേക്കൺ ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് അതാണ്. അതിന്റെ പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് സ്വീകരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ എ സ്പെസിഫിക് ടൈം ഫ്രെയിം, ഒരു പ്രത്യേക ടൈം പീരീഡിൽ അവിടെ സ്വീകരിച്ചിട്ടുള്ള പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സിന്റെ ആ ഒരു പെർസെന്റേജ് കാണുന്ന ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ്. പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്ത ആ പേഷ്യൻസിന്റെ എണ്ണം അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ OT. അപ്പോ അത് അവിടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഈ പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് അത് യൂസ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം, ഇപ്പൊ സർജറി ചെയ്ത എല്ലാവരും അത് റിസീവ് ചെയ്യണമെന്നില്ല.
അപ്പൊ ഈ സർജറി അവിടെ ഹോസ്പിറ്റലില് സർജറിക്ക് വിധേയരായവരില് ഈ പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സിന്റെ എന്താണ് ആന്റിബയോട്ടിക്സ് വിച്ച് പ്രിവെന്റ് ദ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് ആണ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലില് സർജറിക്ക് വിധേയരായവരില് ഈ പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തവരുടെ എണ്ണം, ആ പേഷ്യൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ അവിടെ ഹോസ്പിറ്റലില് സർജറിക്ക് വിധേയരായവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്തത് 19ാമത്തെ ടിക്കറ്റ് വെച്ചോ, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. Percentage of rescheduling of surgeries. Rescheduling of surgeries consists of cancellation and postponement beyond 4 hours of the surgery. എന്താ പറഞ്ഞേക്കുന്നേ, ബിയോണ്ട് 4 hours എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറിനപ്പുറം എന്നാണ് ബിയോണ്ട് എന്ന് പറയാം. 4 മണിക്കൂറിനപ്പുറം എന്ന് പറഞ്ഞേക്കുന്നേ. റീഷെഡ്യൂളിംഗ് സർജറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് സർജറി ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ, ക്യാൻസൽ ആയവര് കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ ആൻഡ് പോസ്റ്റ്പോൺമെന്റ്. പോസ്റ്റ്പോൺമെന്റ് എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചത്. ഈ ഡേറ്റുകളൊക്കെ നമുക്ക് ആദ്യം ഒരു ഡേറ്റ് തന്നു, ചിലപ്പോൾ ആ ഡേറ്റ് മാറ്റി എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ആ ഡേറ്റ് വെക്കൂലേ, പോസ്റ്റ്പോൺ ചെയ്തില്ലേ, അങ്ങനെയുള്ള അതിനാണ് നമ്മൾ റീഷെഡ്യൂളിംഗ് സർജറി എന്ന് പറഞ്ഞത്. വീണ്ടും ആ സർജറിക്ക് ഡേറ്റ് എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്തേക്കാണ്. റീഷെഡ്യൂളിംഗ് സർജറി അല്ലെങ്കിൽ സർജറി ക്യാൻസൽ ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺമെന്റ് അത് മാറ്റി വെച്ചിട്ടോ ഉള്ള സർജറികള്. അതിന്റെ എണ്ണം അത് കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാ, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. അവിടെ പ്ലാൻ ചെയ്ത കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ സർജറി നമ്മൾ റിപ്പോർട്ട് ചെയ്ത സർജറിയുടെ ആളുകൾ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഇതാണ് അല്ലെ. നമ്മൾ സർജറി പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ സർജറി നടക്കണം. അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമ്മൾ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇതാണ്. നമ്മളെല്ലാം കറക്റ്റ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ നല്ലൊരു ക്വാളിറ്റിയും മറ്റുള്ള കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒത്തിരി സർജറികൾ ഇതുപോലെ പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കാര്യമില്ലല്ലോ. അതാണ്. അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കാം. പെർസെന്റേജ് കൂടുതലാണ് അവിടെ കാണിക്കുന്നത്. ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത അല്ലെങ്കിൽ സർജറി ക്യാൻസൽ ചെയ്ത അതിന്റെയൊക്കെ പെർസെന്റേജ് കൂടുതലാണ് കാണിക്കുന്നെങ്കിൽ ഒരിക്കലും അവർക്കൊരു അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് മാർക്ക് വീഴാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. അണ്ടർലൈനിൽ ടിക്കറ്റ് വെക്കാം. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, അവിടെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ആ കേസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ടിക്കറ്റ് വെച്ചോ? ഓക്കെ, അടുത്ത് നോക്കിയേ. ഇനി അടുത്തത് 20. നെഹ്റിൻ ചെയ്യുന്നില്ലേ? നെഹ്റിന്റെ ക്യാമറ ഇവിടെ ഓൺ ആണ്. ഞാൻ 1 മിനിറ്റ് നെഹ്റിന്റെ ക്യാമറ ഓൺ ആയതുകൊണ്ട് ജസ്റ്റ് നോക്കിയതാണ്. അപ്പൊ ആളിരുന്ന് വായിക്കുകയാണ്. ടിക്കറ്റ് വെച്ചോ? ഓക്കെ ആണോ? നെഹ്റിൻ കേൾക്കണല്ലേ? ആളിവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കാണ്. ഓക്കെ, എല്ലാവരും ടിക്കറ്റ് വെക്കുക. ശ്രീലക്ഷ്മി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാട്ടോ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇനി അടുത്ത് നോക്കിയേ, 20ാമത്തെ നോക്കിയേ. Turn around time for the issue of blood and blood components. Turn around time for issue of blood and blood components. Okay, time taken to be calculated from the time
the request is received in the blood bank till the blood is cross-matched or reserved and available for transfusion. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസും ഇഷ്യൂ ചെയ്യാനെടുക്കുന്ന സമയം, ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യാനെടുക്കുന്ന സമയം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ അത് ഇഷ്യൂ ചെയ്യാനുള്ള സമയം, ബ്ലഡ് ബാങ്കിന്റെ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ, ഇപ്പൊ ബ്ലഡ് ബാങ്കിന്റെ റിക്വസ്റ്റ് കിട്ടിയ സമയം മുതൽ, ലഭിച്ച സമയം മുതൽ ബ്ലഡ് ക്രോസ് മാച്ച് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാകുന്നത് വരെ എടുക്കുന്ന സമയം. ഇതാണ് blood is cross-matched or reserved and available for transfusion. ആ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ ആ പാകത്തിന് എത്തുന്ന ആ സമയം വരെ അതിനെടുക്കുന്ന സമയമാണ് അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് ഇഷ്യൂ ചെയ്യുക. ബ്ലഡും ബ്ലഡ് കമ്പോണന്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ബാങ്കിന്റെ റിക്വസ്റ്റ് ആ ലഭിച്ച സമയം മുതൽ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യാം. ക്രോസ് മാച്ച് ചെയ്യാനൊക്കെ എടുക്കുന്ന സമയം ഉണ്ടല്ലോ, ഒരുപാട് ടൈം ഒന്നും നമുക്ക് അതിനു വേണ്ടി ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ആ റിക്വസ്റ്റ് ബ്ലഡ് ബാങ്കിന്റെ നമുക്കിപ്പോ ബ്ലഡ് എടുക്കണമെങ്കിൽ എനിക്ക് ആ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ എന്റെ ബ്ലഡ് എടുത്ത് ക്രോസ് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് റിസർവ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പാകത്തിന്, അത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ അതിന് പാകമാകുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി തയ്യാറാക്കി വെക്കാൻ അതിന് അത്രയും എടുക്കുന്ന ഒരു സമയം. മനസ്സിലായില്ലേ? എനിക്കിപ്പോ ബ്ലഡ് ബാങ്കിൽ നിന്ന് ഒരു ബ്ലഡ് എടുക്കാനുള്ള ഒരു റിക്വസ്റ്റ് ലഭിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞാല് എനിക്ക് ആ റിക്വസ്റ്റ് വന്ന സമയം മുതൽ എന്ത് ചെയ്യുക, ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് റിസർവ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാകുന്നത് വരെ കണക്കിലെടുക്കേണ്ട ഒരു സമയം. അതാണ് അതിന്റെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ or total number of blood ഓറല്ല കേട്ടോ, ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ. അവിടെ രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് രണ്ടാമത്തെ ഓറാണ്. അവിടെ നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി, കൺഫ്യൂസ്ഡ് ആവണ്ട. ടൈം ഓഫ് ദ ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ നമ്മൾ എടുത്ത സമയം, ആ എടുത്ത സമയം divided by total number of blood and the blood components cross matched or reserved. അവിടെ ഓറാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്. അപ്പൊ അവിടെ മൊത്തം ക്രോസ് മാച്ച് ചെയ്ത അല്ലെങ്കിൽ റിസർവ് ചെയ്ത ആ മൊത്തം ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിന്റെ ടോട്ടൽ നമ്പർ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. പെർസെന്റേജ് അവിടെ പറയുന്നില്ലല്ലോ. Sum of the time taken divided by total number of blood and blood components cross matched or reserved. Cross matched or reserved. Okay, next നോക്കാം. 21 ടിക്കറ്റ് വെച്ചോ. 21 nurse patient ratio for ICU and wards. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, ഐസിയിലും വാർഡിലും നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് എന്നുള്ള റേഷ്യോ അത് നോക്കി. ഫോർമുല നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, ആ നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്, അവിടെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ബെഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ കാണാം. ഇത്ര പേഷ്യൻസിന് ഐസിയുലൊക്കെ ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് എന്നുള്ള റേഷ്യോ ഉണ്ട്. മൊത്തം പേഷ്യൻസിന് ഒരു നേഴ്സിനെ അല്ല കൊടുക്കുന്നത്, അപ്പൊ അത് അത്രയും കെയർ കൊടുക്കുന്നതാണല്ലോ. അപ്പൊ ഇപ്പൊ കുറെ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരു നേഴ്സിന് നോക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ റേഷ്യോ ഉണ്ട്. ഇത്ര പേഷ്യൻസിന് അല്ലെങ്കിൽ ഇത്ര ബെഡിന്, നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്, അവിടെ ഇത്ര ബെഡിന് ഇത്ര നേഴ്സ് എന്നുള്ളൊരു ഇതുണ്ട്, പെർസെന്റേജ് ഉണ്ട് അവിടെ, ആ റേഷ്യോ ഉണ്ട്. അത് കാണാനുള്ള ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്. അപ്പൊ ഐസിയിലുള്ള നേഴ്സിംഗ് സ്റ്റാഫിന്റെ നമ്പർ എണ്ണം അതിനെന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്, അവിടെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ബെഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതൊന്ന് ടിക്കിട്ട് വെച്ചോ കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ.
ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് എടുത്ത വെയിറ്റിംഗ് ടൈം, അതിനുവേണ്ടി എടുത്ത വെയിറ്റിംഗ് ടൈം. ഓക്കെ, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് കാത്തിരിക്കേണ്ട സമയം, വെയിറ്റ് ചെയ്യേണ്ട സമയം. Waiting time is the length of the time which one should wait in order for a specific action to happen after the action is called for or mandated. എന്താ പറഞ്ഞേക്കുന്നേ? ആ ഒരു പ്രവർത്തനം, ആ ഒരു ആക്ഷൻ, വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ആ ഒരു പ്രവർത്തനത്തിന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിർബന്ധമാക്കുകയോ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു നിർദ്ദിഷ്ട പ്രവൃത്തി സംഭവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട സമയമാണ്. വെയിറ്റിംഗ് ടൈം ഈസ് ദ ലെങ്ത് ഓഫ് ദ ടൈം. നമ്മൾ അവിടെ പേരിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ടൈമാണ്. which one should wait in order for a specific action to happen. ഒരു പ്രത്യേക ആക്ഷൻ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട സമയം. ഇപ്പൊ നമ്മൾ ഡോക്ടറിനെ പോയി കൺസൾട്ടേഷൻ ഇതെടുത്തു, ബുക്ക് ചെയ്തു, നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം, നമുക്ക് നമ്മുടെ ആക്ഷൻ എന്താ അവിടെ? ഡോക്ടറിനെ കാണുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആ സമയം. Okay, after the action is called for or mandated. Waiting time for outpatient consultation is a time from which the patient has come to the respected outpatient department till the time that the respected consultant begins the assessment. എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? ഔട്ട്പേഷ്യന്റ് കൺസൾട്ടന്റിനായിട്ടുള്ള കാത്തിരിപ്പ് സമയം, അല്ലെങ്കിൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, നമ്മളൊരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റ് വന്ന സമയം മുതൽ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൺസൾട്ടന്റിനായിട്ട് ഒരു പേഷ്യന്റ് വന്ന സമയം മുതൽ എന്താണ് കൺസൾട്ടന്റ് മൂല്യനിർണ്ണയം അസസ് ചെയ്യുന്നത് വരെ. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട് ഡോക്ടർ ഒക്കെ, നോട്ട് ദ ജൂനിയർ ഡോക്ടർ ഓർ റെസിഡന്റ്. അവിടെ ആ ഒരു കൺസൾട്ടന്റ് ആ അസസ്മെന്റ്, അവരുടെ മൂല്യനിർണ്ണയം നടത്തുന്നത് വരെ അതിനു വേണ്ടി എടുക്കുന്ന ടൈമാണത്. കൺസൾട്ടേഷനുള്ള ആ ഒരു കൺസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അസസ് ചെയ്യുന്നത് വരെയുള്ള സമയം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. വെയിറ്റിംഗ് ടൈം എന്ന് പറയാൻ അറിയാലോ, ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഒരു പേഷ്യന്റ് എന്താണ് നമ്മൾ കൺസൾട്ടേഷൻ ആയിട്ട്, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് വെയിറ്റിംഗ് കാത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റ് ചെന്നു. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റ് ചെന്ന് ആ രോഗി അവിടെ ചെന്ന സമയം മുതൽ ആ ഒരു ഡോക്ടർ കൺസൾട്ടന്റ് നമ്മളെ അസസ് ചെയ്യുന്നത് വരെ അതിന് എടുക്കുന്ന ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതിന്റെ നോക്കിയേ ഫോർമുല എങ്ങനെയാ നോക്കിയേ? സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ. അപ്പൊ കൺസൾട്ടേഷൻ ആയിട്ട് മൊത്തം അവിടെ വന്ന പേഷ്യൻസിന്റെ തുക, the sum total patient in the time for consultation. ആ ഒരു ടൈമില് കൺസൾട്ടേഷന് വന്ന ടോട്ടൽ പേഷ്യന്റിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യന്റ്. മൊത്തം ഔട്ട് പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കൺസൾട്ടേഷൻ അല്ലാതെയൊക്കെ ആയിട്ട് മൊത്തം ഔട്ട് പേഷ്യന്റില് വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയോ? സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ ആയിട്ട് വന്ന പേഷ്യൻസിന്റെ സമ്മ്, അതിന്റെ ടോട്ടലിനെ എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്, മൊത്തത്തിലുള്ള ഔട്ട് പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത 23, അത് നോട്ട് ചെയ്ത് വെച്ചോ. 23 21 നോട്ട് ചെയ്യണം കേട്ടോ. ആ ഒരു പേജില് 17, 19, 21, 23. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഇനി ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി, രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട സമയം, രോഗനിർണയം നടത്താൻ കാത്തിരിക്കേണ്ട ആ ഒരു സമയം. ഓക്കെ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്, അതൊക്കെ നമുക്കറിയാം. നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് ഈസ് ദ ടൈം
from which the patient has come to the diagnosis services in the bracket okay till services till the time that the test is started. ഉണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? പരിശോധന ആരംഭിക്കുന്നത് വരെ പേഷ്യന്റ് ആ ഡയഗ്നോസ്റ്റിക് സേവനത്തില് ഈ വന്ന സമയമാണ് ഡയഗ്നോസ്റ്റിക്കിനായിട്ടുള്ള വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ അവിടെ ചെന്ന സമയം മുതൽ ആ ഡയഗ്നോസിസ് ചെയ്യാൻ ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ എടുക്കുന്ന സമയം ഇതിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ടിക്കറ്റ് വെച്ചോട്ടോ. 23 അതെങ്ങനെയാ കാണുന്നത്? ഫോർമുല എങ്ങനെയാ? സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ സമ്മ് മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസ്. ആ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് മൊത്തം അവിടെ റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസ് അതിനെ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിൽ റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ആ ഒരു ഡയഗ്നോസിസിൽ ചെന്ന സമയം മുതൽ നമ്മൾ ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡയഗ്നോസിസ് സർവീസ് നമ്മൾ ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം അതുവരെയുള്ള ടൈം അതിനെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കി 24 ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജിന് എടുത്ത സമയം, ഡിസ്ചാർജിനായിട്ട് എടുത്ത സമയം. ഇപ്പൊ ഡിസ്ചാർജ് നമ്മളോട് പറഞ്ഞാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ പോകണമെങ്കിൽ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് ടൈം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ അതിന്റെ പെർസെന്റേജ് നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കണേ കേട്ടോ. ഒരുപാട് നമ്മൾ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇത് കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. The discharge process is considered to have initiated when the consultant formally approves discharges and ends with the patient leaving the clinical unit. Consultant ഓക്കെ, കൺസൾട്ടന്റ് ഡിസ്ചാർജ് ഒരു ഫോർമൽ ആയിട്ട് അത് അംഗീകരിക്കുകയും നമ്മൾ ഫോർമൽ ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് പറയും. കൺസൾട്ടന്റ് ഫോർമൽ ആയിട്ട് നമുക്ക് ഡിസ്ചാർജ് പറയുകയും ആ ക്ലിനിക് ആ സമയം മുതൽ നമ്മൾ ആ ക്ലിനിക്കൽ ഫെസിലിറ്റി അവിടെ നിന്ന് ലിവ് ചെയ്യുന്നതിന് വരെ എടുക്കുന്ന സമയം. The discharge process is considered to have initiated when the consultant formally approves discharge and ends with the patient leaving the clinical unit. അത് കൺസൾട്ടന്റ് ഡിസ്ചാർജിനായി ഡിസ്ചാർജ് ഫോർമലായിട്ട് ഔപചാരികമായിട്ട് പറയുന്ന സമയം അത് അംഗീകരിക്കും. അല്ലെങ്കിൽ ആ പറയുന്ന സമയം മുതൽ എവിടെയാണ് ആ ക്ലിനിക്കൽ ഫെസിലിറ്റി വിടുന്ന സമയം, ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്ന ആ സമയം, അത്രയും അതിനെടുക്കുന്ന ടൈം എങ്ങനെയാന്ന് നോക്കിയേ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എടുത്ത ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ്. അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്, അവിടെ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്ക് 25. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 24 ടിക്കറ്റ് വെക്കാം. ഓക്കെ, 25. Percentage of medical records having incomplete and or improper consent. Percentage of medical records having incomplete and or improper consent. Consent എന്ന് വെച്ചാൽ സമ്മതം.
എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഫോംഡ് കോൺസെന്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺസെന്റ് ഇൻ വിച്ച് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഹാസ് a duty to initiate his or her patient about the procedure, his potential risk and benefits, alternative procedure or treatment with their risk and benefits, and also and so as to make the patient able to take an informed decision of his or her facility, his or her health care. Facility അല്ല, his or her health care എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അതിനകത്ത് ഈ നമ്മള് ഈ എന്താണ് ഈ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു പ്രൊസീജിയർ, അതിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ ആ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നേ, അതിന്റെ പൊട്ടൻഷ്യൽ റിസ്ക് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ള അതിന്റെ പ്രൊസീജിയർ, കാര്യങ്ങള്, ട്രീറ്റ്മെന്റ്, ഇതെല്ലാം പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അദ്ദേഹം എന്താ ഈ കാര്യങ്ങൾ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനും അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഈ പേഷ്യന്റിന് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ സാധ്യതയുള്ള അപകടങ്ങളും നേട്ടങ്ങളും എല്ലാവരും ചികിത്സ പേഷ്യന്റിനെ അറിയിക്കാൻ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് ഒരു ബാധ്യതയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ് പേഷ്യന്റിനെ അറിയിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതനുസരിച്ച് അപ്പൊ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ ഹെൽത്ത് കെയറിനെ കുറിച്ച് അപ്പൊ അവിടെ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നമുക്ക് പേഷ്യന്റിന് നൽകിയിട്ടുള്ള ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് തന്നെ ആ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അവന്റെ ഹെൽത്ത് കെയറിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പേഷ്യന്റിന് കഴിയും. ഓക്കെ, അപ്പൊ അത് നമ്മൾ എത്രത്തോളം അവരത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് ഹെൽത്ത് കെയർ പ്രൊവൈഡർ പേഷ്യന്റിന് ആ ഇൻഫർമേഷൻ എത്രത്തോളം പാസ് ചെയ്യുന്നുണ്ട് എന്നതിനുള്ള ആ ഒരു പെർസെന്റേജ് ആണ് നമ്മൾ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ റിസ്കുകളൊക്കെ പറയുമ്പോൾ ഈ പേഷ്യന്റിന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ആ ഹെൽത്ത് കെയറിനെ കുറിച്ച് പേഷ്യന്റിന് തന്നെ ഒരു ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റും. അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ്, number of medical records having incomplete and or improper consent divided by incomplete ആയിട്ടുള്ള അല്ലെങ്കിൽ improper ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ആ എണ്ണം, അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. നമ്പർ ഓഫ് ഡിസ്ചാർജ് ആയവരുടെ എണ്ണം അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചവരുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇൻറ്റു പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ 25 എണ്ണം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊന്ന് വായിച്ചു നോക്കി, അത്രയും പെട്ടെന്നൊന്ന് വേഗം ഒന്ന് നിങ്ങളുടെ പ്രിന്റ് നോട്ട് എടുത്ത് വേഗം ഒന്ന് ഓടിച്ചു നോക്കി. ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് പറയാം. നമ്മളിന്ന് എത്രയാവും തുടങ്ങിയ പറഞ്ഞത്? 10ാമത്തെ മുതലല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് നോട്ട് ഉണ്ടല്ലോ, അത് നോക്കി വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് ആ ഫോർമുല മാത്രം നോക്കിയാൽ മതി. എല്ലാ ഫോർമുലാസും ഒന്ന് വായിച്ചു നോക്കാം.
ഇക്വേഷൻസ് മാത്രം ഒന്ന് വേഗം ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. ഇരുപത്തി അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു. അതിപ്പോ നമ്മൾ വേറെ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്താണ് അതിനകത്ത് പറഞ്ഞേക്കണേന്ന് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ ഫോർമുലാസ് ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുള്ളൂ. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്തത് നിങ്ങൾ വേഗം അത് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 26-ാമത്തെയാണ് പറയുന്ന സ്റ്റോക്ക് ഔട്ട് റേറ്റ്. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ഔട്ട് നമുക്ക് ആ എമർജൻസി മെഡിസിൻ ഇല്ലാത്ത ഒരവസ്ഥ. അതെപ്പോഴും ഹോസ്പിറ്റലിലാണെങ്കിലും അവൈലബിൾ ആയിരിക്കണം എമർജൻസി മെഡിസിൻസ്. അപ്പൊ അത് അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. നിലവില് സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിലവില് സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, a stock out is an event which happen when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. അപ്പൊ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന രീതിയിൽ, അപ്പൊ അവിടെ അതിന്റെ ഹോസ്പിറ്റലില് ഈ എമർജൻസി ആയിട്ടുള്ള മരുന്നുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, എമർജൻസി മെഡിക്കേഷൻസുകൾ. അപ്പൊ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ എമർജൻസി മെഡിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ ആ ഒരു എമർജൻസി റിക്വയർമെന്റ്സിൽ അത് ലഭ്യമല്ലാത്ത ഒരവസ്ഥ, ലഭ്യമല്ലാത്തപ്പോൾ, അതായത് അവിടെ സ്റ്റോക്ക് ഇല്ലാത്തപ്പോൾ സംഭവിക്കുന്ന ഒരവസ്ഥ. നമ്മളെപ്പോഴും സ്റ്റോക്ക് വേണ്ട കാര്യമാണ് എമർജൻസി മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസിയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടാവണം. അപ്പൊ അതിന്റെ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്, സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ, എമർജൻസി ഡ്രഗിന്റെ മരുന്നുകളുടെ ഒക്കെ സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ. അപ്പൊ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാത്ത നമ്പർ, സ്റ്റോക്ക് ഇല്ലാത്ത ആ മെഡിക്കേഷൻസിന്റെ ഒക്കെ നമ്പർ, അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് ദ എമർജൻസി ഡ്രഗ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർമുലേറ്ററി ഇൻറ്റു 100. ഇൻറ്റു എന്നുണ്ട് കേട്ടോ, ഇൻറ്റു 100. എന്ത് ചെയ്യണം? നമ്മൾ ആ ലിസ്റ്റിൽ ഉണ്ടാവില്ലല്ലോ, എമർജൻസി മെഡിക്കേഷൻ ആ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലോ. അപ്പൊ ആ ലിസ്റ്റിലുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ സ്റ്റോക്ക് ഔട്ട് ഉള്ള മരുന്നുകളുടെ എണ്ണം, എമർജൻസി ഡ്രഗിന്റെ എണ്ണത്തെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാത്ത ആ മെഡിക്കേഷൻസ്, ആ മരുന്നുകളുടെ എണ്ണത്തെ ആ ലിസ്റ്റില് മൊത്തം എമർജൻസി മെഡിക്കേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൊത്തം എമർജൻസി മെഡിക്കേഷൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കിയേ. 27 മോക്ക് ഡ്രിൽ. കേട്ടിട്ടുണ്ടാവേടെ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞ? മോക്ക് ഡ്രില്ല്, മോക്ക് ഡ്രിൽ കേട്ടിട്ടുണ്ടോ? നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരൂലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇല്ല. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. മോക്ക് ഡ്രിൽ ഈസ് എ stimulation exercise of preparedness for any type of event. ഇപ്പൊ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന ഏതൊരു സംഭവമാണെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തയ്യാറെടുപ്പ്
നടത്താൻ, ആ മോക്ക് ഡ്രില്ല് ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിനെ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അതാണ്. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ ഡിസാസ്റ്റർ. അതൊരു സംഭവമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ആവാം. This is basically a dry run for preparedness drill. ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലേ? ബസ്സിന്റെ പുറകേല് ഇല്ലേ? ഹോസ്പിറ്റലിലേക്കാണ് എമർജൻസി എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് എന്തെങ്കിലും ഒരു അപകടം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു സുരക്ഷാ മാർഗം. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് പറഞ്ഞേക്കുന്നത്. ഏത് തരത്തിലുള്ള ഇവന്റ് ആണെങ്കിലും അതിന്റെ ഒരു തയ്യാറെടുപ്പിന്റെ ഒരു സ്റ്റിമുലേഷൻ ആണ്, സ്റ്റിമുലേഷൻ എക്സസൈസ് ആണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ഒരു ഇവന്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ആകാം. ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു ഡ്രൈ റൺ ഓർ തയ്യാറെടുപ്പ് ഡ്രില്ലാകാം. നമ്മൾ അതിനൊരു തയ്യാറെടുക്കുന്നത്, ഒരു എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാല് നമ്മൾ അതിനെ പ്രിപ്പയർ ആവില്ലേ, അതിന് വന്നാൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്, അതിനു വേണ്ടി മുൻകരുതൽ എടുക്കുന്ന, അത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥ അതാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ തന്നേക്കുന്നത് ഫയർ മോക്ക് ഡ്രില്ല്, ഡിസാസ്റ്റർ ഡ്രില്ല്. അതായത് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി എന്താണ് ചെയ്യണം, ഒരു പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങൾ, അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പയർനെസ് കൊടുക്കാം, മുൻകരുതലുകൾ അവിടെ സ്വീകരിക്കാം. കോഡ് ബ്ലൂ ഡ്രില്ല്, ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല്, ഇതൊക്കെ മെഡിക്കൽ എമർജൻസി, കാർഡിയാക് ഓർ റെസ്പിറേറ്ററി അറസ്റ്റ്, അതാണ് കോഡ് ബ്ലൂ ഡ്രിൽ എന്ന് പറഞ്ഞ. അപ്പൊ മെഡിക്കൽ എമർജൻസി വന്നാലോ കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ അപ്പൊ പെട്ടെന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതാണ് പാൻഡമിക്. പകർച്ചവ്യാധികൾ അതിനെ തടയാനായിട്ട് നമ്മളൊന്ന് റെഡി ആവുക, നമ്മൾ പറയുന്ന ഒരു വാമപ്പ് പോലെ നമ്മൾ അതിന് വേണ്ടി ഒരു തയ്യാറായിരിക്കുന്ന അവസ്ഥ, അതിനെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ചെറുക്കാനായിട്ടൊക്കെ തയ്യാറാക്കി ഇരിക്കേണ്ട ഒരവസ്ഥ. നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ. ഫോർ എക്സാമ്പിൾ ഫയർ മോക്ക് ഡ്രിൽ ഓർ ഡിസാസ്റ്റർ. ഇത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇതിനകത്ത് ഫോർമുല തന്നിട്ടില്ലേ? ഫോർമുല ഇതിനകത്ത് തന്നിട്ടില്ല അല്ലെ? അതിന്റെ ഫോർമുല ഒന്ന് അവിടെ എഴുതി വെച്ചോട്ടോ. ഫോർമുല ഇല്ല അതിനകത്ത്, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ടോട്ടൽ നമ്പർ ഓഫ് ഉണ്ടല്ലോ നമ്മുടെ, ഞാനിവിടെ ഷെയർ ചെയ്തേക്കണേൽ ഇല്ലല്ലോ, നമ്മുടെ നോട്ടിലുണ്ടോ? ഈ സ്ക്രീൻ നമ്മൾ ഷെയർ ചെയ്തേക്കണേല് ഇതില്ല. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കി, ഒന്ന് ചെക്ക് ചെയ്തേ നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്. ചിലര് പറയുമ്പോൾ ഇല്ലാന്നുണ്ട്, പ്രിന്റഡ് നോട്ടിൽ ഉണ്ടെന്ന് ചിലര് ഇട്ടേണ്ട്. എന്തായാലും നിങ്ങൾ ആ ഫോർമുല ഒന്ന് നോക്കിയേ, ഇതുപോലെയാണോ അതിനകത്തുള്ളതെന്ന് നോക്കിയേ. ഇപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്തേക്കണ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ടാട്ടെ ഞാൻ പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾക്ക് തന്നേണ്ട നോട്ടിൽ ഉണ്ടോന്ന് അറിയില്ല, ഒന്ന് നോക്കിയേ, ഒന്ന് ചെക്ക് ചെയ്തേ. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ് in a mock drill divided by total number of variation observed in a mock drill divided by total number of divided by total number of observation. denominator ഇല്ല അല്ലെ? ഓക്കെ, ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിനോമിനേറ്റർ ഒന്ന് എഴുതി വെച്ച് നിങ്ങള്. ഇപ്പൊ നമ്മുടെ ഫോർമുല ഇങ്ങനെയാണ്, ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ് ഇൻ എ മോക്ക് ഡ്രിൽ. അത് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ? നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ ഉണ്ടെന്നാ പറഞ്ഞു. അത്രയും മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ, അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതിക്കേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്. മൊത്തം അവിടെ നടത്തിയിട്ടുള്ള ഒബ്സർവേഷനുകളുടെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്, total number of observation made into 100. Total number of observation made into 100. എന്നോട് പറയാം, total number of variation observed in a mock drill divided by total number of observation made into 100. ഓക്കെ, എല്ലാവരും എഴുതി വെച്ചില്ലേ? ഓക്കെ,
ഇനിയിപ്പോ 2, 4, 5 കൂടി ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തീർക്കാം. പിന്നെ അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി, എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റിയും കൂടി ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. എന്നിട്ട് ഞാൻ അത് 5 കൂടി പറഞ്ഞിട്ട് ഒരുമിച്ച് പറയാം കേട്ടോ. ഇമ്പോർട്ടന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടത് ഈ 5 കൂടി അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ട് 32 അത് പറഞ്ഞ് തീർത്തിട്ട് ഞാൻ ഒന്നുകൂടി ആ ഇമ്പോർട്ടന്റ് ഉള്ളത് ഏതാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ മിസ് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, വെറുതെ ഒന്ന് വായിച്ചിട്ട് ഫോർമുലാസ് നോക്കാം. അധികം കാണാതെ പഠിക്കണ്ട, എന്നുവെച്ചാൽ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ കിടക്കുന്നുണ്ട് ആൻസർ ഏകദേശം. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ബാലൻസ് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.